SSF കാസർഗോഡ് ജില്ലാ സാഹിത്യോത്സവിൽ വിവിധ കലാപരിപാടികൾക്കായി 12 സ്റ്റേജുകൾ സജ്ജീകരിക്കുമ്പോൾ പ്രധാന വേദി അത്താസ് എന്ന നാമധേയത്തിലാണ് അറിയപ്പെടുന്നത്. എന്താണ് ഇതിന് പിന്നിലുള്ള രഹസ്യം? ഈ അടുത്തിടെ വഫാത്തായൊരു പണ്ഡിതനാണ് മുഹമ്മദ് നഖീബുൽ അത്താസ്. സയ്യിദാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബവുമായി പരമ്പരയുണ്ട്. സയ്യിദ് മുഹമ്മദ് നഖീബുൽ അത്താസ് എന്നൊരു മലേഷ്യൻ ഫിലോസഫറാണ് ആൾ. അദ്ദേഹം ഇസ്ലാമിക ലോകത്ത്, പ്രത്യേകിച്ച് ഈ ആധുനിക സമകാലിക ലോകത്ത് അദ്ദേഹം നൽകിയ സംഭാവനകളുണ്ട്. ആ സംഭാവനകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇങ്ങനൊരു പേരിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ അത്രമാത്രം വായിക്കപ്പെടേണ്ടതാണ്. പല മേഖലകളിലും അദ്ദേഹം പഠനം നടത്തിയിട്ടുണ്ട്. ഭാഷയെക്കുറിച്ചിട്ടും ഇസ്ലാമിക് ഫിലോസഫി, ഇൽമുൽ കലാം, അങ്ങനെ പല വിഷയങ്ങളെക്കുറിച്ചും അദ്ദേഹം പഠനം നടത്തിയിട്ടുണ്ട്. അത്തരം പഠനങ്ങൾ നമ്മുടെ ഈ ലോകത്തേക്ക്, പ്രത്യേകിച്ച് ഈ ആധുനികമായ ഈ ഒരു സാഹചര്യത്തിലേക്ക് അനിവാര്യമായ പഠനങ്ങളാണ്. ആ പഠനങ്ങളെക്കുറിച്ച് പലരും ഒന്നാമത് ബോധവാന്മാരല്ല. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് ഓർക്കുക, അദ്ദേഹത്തെ സ്മരിക്കുക എന്നുള്ളതൊക്കെ ഈ ഒരു സാഹിത്യോത്സവിൻ്റെ ഭാഗമാവണം എന്ന ആശയത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് പ്രധാനമായും ഉപയോഗിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആശയം ഇസ്ലാമൈസേഷൻ ഓഫ് നോളജ് എന്നുള്ളത് തന്നെയാണ്. കാരണം വെസ്റ്റേൺ ലോകത്തേക്ക് പരിവർത്തനം ചെയ്യുമ്പോൾ ഇസ്ലാമിൻ്റെ യഥാർത്ഥ സത്ത നഷ്ടപ്പെടുന്നുണ്ട്. ഇനി വെസ്റ്റേൺ ലോകത്ത് നിന്ന് വന്ന ആശയങ്ങൾ അത് ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുമ്പോൾ അവിടെയും ചില കോൺട്രാഡിക്ഷൻസ് ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണമെങ്കിൽ എല്ലാ നോളേജ് മേഖലകളിൽ, എല്ലാ വിഭാഗത്തിലും, എല്ലാ ഫന്നുകളിലും ഇസ്ലാമിനെ ഉൾപ്പെടുത്തണം. ഫിലോസഫി ആണെങ്കിലും സയൻസ് ആണെങ്കിലും ഏത് കാര്യമാണെങ്കിലും അതിൽ ഇസ്ലാമിനെ ഉൾപ്പെടുത്തണം എന്നൊരു പ്രൈമറി ആശയത്തിൽ നിന്നാണ് അദ്ദേഹം ഇസ്ലാമൈസേഷൻ ഓഫ് നോളജ് എന്നൊരു ആശയത്തിലേക്ക് എത്തുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഫിലോസഫിക്ക് വിവിധ വിഭാഗങ്ങളുണ്ട്. ഇത് ഫിലോസഫി തന്നെയാണ് പ്രധാനമായും ചർച്ച ചെയ്ത ഒരു മേഖല. ഇപ്പോൾ ഇസ്ലാമിക് ഫിലോസഫി മുമ്പേ ഉള്ളതാണ്. പക്ഷേ അത് സംസാരിക്കുമ്പോൾക്ക് ആ ഇസ്ലാമിക് ഫിലോസഫി എന്ന കാര്യം അത് നഷ്ടപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ച് ആധുനിക ലോകത്ത് അധികാരം സംസാരിച്ചിട്ടില്ല. അങ്ങനൊരു സംസാരം വേണം. പിന്നെ ഇപ്പോൾ മറ്റു ആശയങ്ങളായാലും ഏത് ആശയത്തിലും ഇസ്ലാമിനെ ഉൾപ്പെടുത്തണം എന്നാണ്. ഉൾപ്പെടുത്തണം എന്ന് പറയുമ്പോൾ അതിൻ്റെ മുമ്പിൽ ഇസ്ലാമിക് എന്ന് ചേർക്കൽ മാത്രമല്ല, ആ ആശയത്തിലുള്ള പോരായ്മകളെ മനസ്സിലാക്കി അതിനുള്ള പരിഹാര മാർഗങ്ങൾ ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് കൊണ്ടുവരണം. അതാണ് ഈ ഇസ്ലാമൈസേഷൻ ഓഫ് നോളജ് എന്നതിൻ്റെ പ്രധാന ലക്ഷ്യം. അപ്പോൾ ഇതുപോലെ എല്ലാ വിജ്ഞാന ശാഖകളിലും ഇസ്ലാമിനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞെടുത്ത് ഇങ്ങനെ ഇസ്ലാമിനെ ഇന്ന വിഷയത്തിൽ ഇന്ന പണ്ഡിതന്മാർക്ക് ഇന്നൊരു അഭിപ്രായമുണ്ട് എന്നിങ്ങനെ പറഞ്ഞു പോകലല്ല. രണ്ടും തമ്മിലുള്ള കോൺട്രാഡിക്ഷൻസ്, വൈവിധ്യങ്ങൾ, ഇതൊക്കെ ഒന്ന് ഉരസി നോക്കി അത് പരസ്പരം യോജിക്കുന്നുണ്ടോ, ഇനി യോജിക്കുന്നില്ലെങ്കിൽ എവിടെയൊക്കെയാണ് പ്രശ്നം, ഇവിടെയൊക്കെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ്, പരിഹാരം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യുക. ഇതാണ് പ്രധാനമായും ഈ ഒരു ആശയം കൊണ്ട് അദ്ദേഹം ലക്ഷ്യമാക്കുന്നത്. അത്താസിനെ കുറിച്ച് വായിക്കുന്നവർക്ക് അറിയാം, അത്താസ് കൂടുതലായി പ്രാധാന്യം നൽകുന്നത് അദബിനാണ്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു ചിന്താഗതിയിലേക്ക് അദ്ദേഹം നീങ്ങുന്നത്? ഇസ്ലാമിനെ കുറിച്ച് വായിക്കുന്ന ആളുകൾക്ക് പൊതുവെയുള്ളൊരു ധാരണയാണ് ഈ ഒരു സമയമാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കൈമാറി നമ്മുടെ ഈ ഒരു സമയത്തിലേക്ക് എത്തുമ്പോൾ ഇസ്ലാമിൻ്റെ അറിവിൻ്റെ ശോഷണം സംഭവിച്ചെന്ന്, അറിവ് ഇല്ലാതായി, അങ്ങനൊരു ചിന്ത പൊതുവെയുണ്ട്. ഇപ്പോൾ പല ആളുകളും പറയുന്നുണ്ട് അങ്ങനൊരു അറിവിൻ്റെ ഒരു ശോഷണം സംഭവിച്ചിട്ടുണ്ട് എന്ന്. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ എന്നാണ് അത്താസ് മുന്നോട്ട് വെക്കുന്നത്. പ്രശ്നം വരുന്നത് അറിവ് ഇല്ലാതാകുമ്പോഴല്ല, അറിവിൽ പാലിക്കേണ്ട അദബ് ഇല്ലാതാകുമ്പോഴാണ്. അദബിനെ കൃത്യമായി വിജ്ഞാന മേഖലയിലേക്ക് കൊണ്ടുവരുന്നില്ല എന്നിടത്ത് നിന്നാണ് ഇസ്ലാമിൻ്റെയും ലോകത്തുള്ള മറ്റു വിജ്ഞാന ശാഖകളുടെയും പ്രസരിപ്പ് നഷ്ടമാവുന്നത്. ഇതാണ് അത്താസ് മുന്നോട്ട് വെക്കുന്നത്. അദബ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇസ്ലാമിൽ. നമുക്കറിയാം, മദ്രസയിൽ പഠിക്കുന്നതാണെങ്കിൽ അദബ് എന്ന ഒരു വാക്കിൽ നിന്നാണ് തുടങ്ങുന്നത്. അദബ് എന്ന് വെച്ചാൽ സാഹിത്യം എന്ന അർത്ഥത്തിനുള്ള അദബല്ല,
മര്യാദ എന്ന അർത്ഥത്തിലുള്ളത്. അപ്പോൾ ഓരോ കാര്യങ്ങൾക്കും അതിൻ്റേതായ രീതികളുണ്ട്, അതിൻ്റേതായ പ്രോസസ്സുകളുണ്ട്. ആ പ്രോസസ്സ് കൃത്യമായി മുന്നോട്ട് പോകണമെങ്കിൽ അദബ് മസ്റ്റാണ്. അത് നഷ്ടപ്പെട്ടു എന്നൊരു വ്യാകുലതയിൽ നിന്നാണ് അത്താസ് ഇങ്ങനൊരു ആശയം, അദബിൻ്റെ ഇല്ലായ്മയാണ് അറിവിൻ്റെ ഇല്ലായ്മക്ക് കാരണം എന്നൊരു ആശയം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. പലരും അതിനെക്കുറിച്ച് ശരിക്കും ചിന്തിച്ച് തുടങ്ങിയിട്ടില്ലാത്തൊരു സമയത്ത് അദ്ദേഹം ചിന്തിച്ചെടുത്തതാണ്. കാരണം നമ്മൾ ഒരു ക്ലാസ്സിലിരിക്കുമ്പോൾ അവിടെ അറിവിൻ്റെ കൈമാറ്റമാണ് നടക്കുന്നത്. പക്ഷെ അവിടെ കൃത്യമായ അദബില്ലെങ്കിൽ ആ അറിവ് നമ്മളിലേക്ക് കൃത്യമായിട്ട് എത്തൂല. ഉസ്താദ് എന്താണോ പറയുന്നത് അത് നമുക്ക് മനസ്സിലാകണമെന്നില്ല. നമ്മുടെ അശ്രദ്ധ, അദബില്ലായ്മ ഇതൊക്കെ അവിടെ ഇല്ലാതാവുകയാണ്. ഇങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് ഒരു ആശയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് പകർന്നു വന്നൊരു ആശയത്തിൻ്റെ തുടർച്ച നഷ്ടപ്പെടുന്നുണ്ട്. അദബില്ലായ്മയുടെ പ്രശ്നമാണ്, ആ ഒരു ആശയത്തിൻ്റെ തുടർച്ച നഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ നഷ്ടപ്പെടുമ്പോൾ ഇസ്ലാമിലെ പല ആശയങ്ങളും ഇല്ലാതാവുകയാണ്. അതാണ് അറിവിൻ്റെ ശോഷണം. ഈ അറിവിൻ്റെ ശോഷണത്തിന് പ്രധാന കാരണം അദബ് ഇല്ലായ്മ തന്നെയാണ് എന്നാണ് അത്താസിൻ്റെ വാദം. നമ്മുടെ സാഹിത്യോത്സവിൻ്റെ തീം ബിയോണ്ട് ദ ബോർഡർ എന്നാണ്. അതുപോലെ തന്നെ സാഹിത്യോത്സവിൽ അത്താസിനെയും നാം ചർച്ച ചെയ്യുന്നു. ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം എന്താണ്? ബിയോണ്ട് ദ ബോർഡർ എന്ന ആശയം പല ആളുകളും പല രീതിയിലാണ് ചർച്ച ചെയ്തത്. കാസർഗോഡ് ജില്ലാ സാഹിത്യോത്സവം ആയതുകൊണ്ട് കാസർഗോഡ് ഒരു അതിർത്തി പ്രദേശം എന്ന നിലയിൽ ലഭിക്കുന്ന അവഗണനകൾ, അതിനെക്കുറിച്ച് സംസാരിച്ചവരുണ്ട്. ഇനി കേരളത്തിൻ്റെ കുടിയേറ്റ സംസ്കാരങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ചർച്ചകളും ഈ ഒരു ആശയത്തിൻ്റെ പിന്നിൽ വന്നിട്ടുണ്ട്. ഇവിടെ അത്താസിൻ്റെ പ്രസക്തി എന്തെന്ന് വെച്ചാൽ വിജ്ഞാനത്തിൻ്റെ രീതി അത് വ്യാപിച്ചു കൊണ്ടേയിരിക്കും. അതാണ് വിജ്ഞാനത്തിൻ്റെ രീതി. അത് വ്യാപിക്കുന്നതിന് അതിർത്തിയില്ല. അതിർത്തികൾക്കപ്പുറം എന്നാണ് ബിയോണ്ട് ദ ബോർഡർ. അതിർത്തികൾക്കപ്പുറം വിജ്ഞാനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നൊരു ആശയത്തിൽ നിന്നാണ് അത്താസും ബിയോണ്ട് ദ ബോർഡറും കണക്റ്റഡ് ആകുന്നത്. അത്താസിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ ഇസ്ലാമൈസേഷൻ ഓഫ് നോളജ്, ഏത് വിജ്ഞാന മേഖല എടുത്താലും അതിനെ ഇസ്ലാമിലേക്ക് പരിവർത്തിക്കണം, അല്ലെങ്കിൽ ഇസ്ലാമിനെ ആ ഒരു വിജ്ഞാന ശാഖയിലേക്ക് ലയിപ്പിക്കണം, ബ്ലെൻഡ് ചെയ്യണം. അവിടെ നമ്മൾ ബോർഡർ നോക്കിയിട്ട് കാര്യമില്ല. അവിടെ ഉണ്ടാകുന്ന തടസ്സങ്ങൾ, ആ തടസ്സങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു തടസ്സം വരുന്നുണ്ട് എന്ന് വിചാരിച്ചോ, അവിടെ ആ രണ്ട് വിജ്ഞാന മേഖലയുമായിട്ടുള്ള കണക്ഷൻ നഷ്ടപ്പെടും. അത് പല പ്രശ്നങ്ങളിലേക്കും എത്തിക്കും. ഇസ്ലാം എല്ലാ മേഖലയിലും ഇടപെടണമെന്നത് നിർബന്ധ ബുദ്ധിയാണ്. കാരണം ഇസ്ലാം എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന ഒരു സംഹിതയാണ്. ആ സംഹിത എല്ലാ മേഖലയിലും ഇടപെടണം. അത് ഏത് മേഖല ആയാലും ഇടപെടേണ്ടത് തന്നെയാണ്. അങ്ങനെ ഇടപെടാതിരിക്കുമ്പോൾ അവിടെ ഒരു അതിർത്തി രൂപപ്പെടുമ്പോൾ ആ മേഖലയുമായിട്ടുള്ള ഇസ്ലാമിൻ്റെ ബന്ധം നഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണമുണ്ടായി. 1918-19 കാലഘട്ടം മുതൽ 1989 വരെ റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണമായിരുന്നു. ആ ഒരു സമയത്തെല്ലാം പ്രധാനമായിട്ടും അവിടെ ഇസ്ലാമിനെ നിരോധിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാമുമായി ബന്ധപ്പെട്ട്, ആചാരവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്താലും അവർക്ക് എതിരെ ശിക്ഷാ നടപടികൾ ഉണ്ടാകും. രഹസ്യ പോലീസ് എന്നൊരു കാര്യം അവിടെ ഉണ്ടായിരുന്നു റഷ്യയിൽ. ഓരോ വീട്ടിലും രഹസ്യ പോലീസ് ഉണ്ട്. ആരെങ്കിലും അവരുടെ മാതാപിതാക്കൾ മക്കൾക്ക് ഇസ്ലാമിനെ കൈമാറ്റം ചെയ്യുന്നുണ്ടെന്നോ അവരോട് സംസാരിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് അന്വേഷിക്കാനും നടപടിയെടുക്കാനുമാണ് ഈ രഹസ്യ പോലീസ് ഉള്ളത്. ഇത്രയൊക്കെ ആയിട്ടും അവിടെയുള്ള ഈ വിദ്യാർത്ഥികളൊക്കെ പറയുന്നത് ഇസ്ലാം നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. അവിടെ ഒരു അതിർത്തി രൂപപ്പെട്ടു. റഷ്യൻ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം അവർ ഒരു അതിർത്തി ഉണ്ടാക്കി. ഇസ്ലാമിനെ ജനങ്ങളിലേക്ക് ഇസ്ലാം എത്തരുത്, അങ്ങനെയുള്ള ഒരു അതിർത്തി രൂപീകരിച്ചു. എന്നാലും അവിടെയുള്ള ആളുകൾ പറയുന്നത് ഇസ്ലാം നമ്മളെ വിട്ടുപോയിട്ടില്ല, നമുക്കൊന്നും അറിയില്ല, ഒരു ക്ലാസ് കിട്ടിയിട്ടില്ല, ഇസ്ലാമിൻ്റെ ആശയങ്ങളോ ഒന്നും അറിയില്ല. പക്ഷേ ഇസ്ലാം നമ്മുടെ മനസ്സിൽ അതങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട്. അതാണ് ഇസ്ലാം എല്ലാത്തിലേക്കും എത്തുന്നുണ്ട്. ആ എത്തുന്നതിനൊരു അതിർത്തി ഉണ്ടാവരുത് എന്നൊരു ആശയം. അതാണ് ബിയോണ്ട് ദ ബോർഡറും അത്താസും തമ്മിലുള്ളത്. അത്താസിൻ്റെ ആശയം നേരത്തെ പറഞ്ഞു, എവിടെയാണ് എല്ലാ വിജ്ഞാന ശാഖകളിലേക്കും ഇസ്ലാം എത്തണം എന്നതിൽ നിന്നാണ് അത്താസ് അങ്ങനെ ഒരു ആശയത്തിലേക്ക് എത്തിയത്. അത് തന്നെയാണ് ഈ ഒരു ആശയത്തിൻ്റെ പ്രധാന ലക്ഷ്യം.